ഹായ്, വെൽക്കം ബാക്ക് ടു യുവർ യൂട്യൂബ് ചാനൽ. അപ്പം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാനിന്ന് പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. വേറെ ഒന്നുമല്ല, നമ്മുടെ മുറ്റത്തെ വിശേഷങ്ങളും പിന്നെ നമ്മുടെ വീട്ടിനകത്തൊരു ചെറിയ അടുപ്പ് പൊളിഞ്ഞ് കിടപ്പുണ്ട് കേട്ടോ. അത് ഞങ്ങൾ വാടക വീടാണ് ഞങ്ങൾ താമസിക്കുന്നത്. അപ്പം കുറേ കാലമായി ഞങ്ങൾ വന്നപ്പോഴേ അത് പൊളിഞ്ഞ് കിടക്കുമായിരുന്നു. അപ്പം ഉമ്മാടെ ചേട്ടത്തി അതൊന്ന് വൃത്തിയാക്കുക. ഞങ്ങളുടെ എൻ്റെ അനിയത്തിക്ക് ചെറിയൊരു അച്ചാർ ബിസിനസ് ഉണ്ട്. അപ്പോൾ അവൾക്ക് പുറത്തിട്ട് ഇപ്പോൾ 6-7 കിലോ അച്ചാറൊക്കെ ഇടണമെങ്കിൽ ഗ്യാസിൽ നമുക്ക് ചെയ്യുമ്പോൾ അത് ഭയങ്കര നഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അകത്തിട്ട് വെക്കുക. അപ്പം ഞാൻ മുറ്റത്തെ വിശേഷങ്ങളൊക്കെ കാണിച്ച് ഇപ്പോൾ അവരെന്തായാലും അകത്ത് അടുപ്പ് കൂട്ടാനുള്ളത് സെറ്റപ്പൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അടുപ്പ് പൊളിഞ്ഞ് കിടക്കുന്നതുകൊണ്ട് നമുക്ക് മണ്ണ് വെച്ച് മെഴുകി പഴയ രീതിയിൽ മണ്ണ് വെച്ച് മെഴുകി എടുക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. അപ്പം അതെങ്ങനെയൊക്കെ ആണെന്നൊക്കെ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. പിന്നെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ ആരും മറക്കരുത്. വീഡിയോ ഫുള്ളായിട്ട് കാണുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഇത് അനിയത്തിയുടെ കൃഷിയാണ്. അപ്പം ഇത് ഉണ്ടമുളക് എന്ന് പറയും. ഇത് വേറൊരു വെറൈറ്റി കളറാണ്, ഒരു നീല കളറാണ് ഇതിൻ്റെ ലീഫിന്. മുളകിനും നീല കളറാണ്. അതുപോലെ തന്നെ ഇത് യെല്ലോ കളറിലെ ഉണ്ടമുളകാണ്. ഇതിൻ്റെ മൂട്ടിൽ വെളുത്തുള്ളിയുടെ വേസ്റ്റൊക്കെ കൊണ്ടുവന്നിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വെളുത്തുള്ളിയൊക്കെ അതിനകത്ത് കിടന്ന് പൊടിച്ച് കിടപ്പുണ്ട് കേട്ടോ. ഒരു 3-4 ഗ്രോ ബാഗിനകത്ത് ഞങ്ങൾ ഇതുപോലെ മുളക് നട്ടിട്ടുണ്ട്. അനിയത്തിയാണ് മുളകിൻ്റെയൊക്കെ ആള്. പിന്നെ ഈ ചെടിയൊക്കെ ഞാനങ്ങ് ചങ്ങനാശ്ശേരിയിൽ നിന്ന് കൊണ്ടുവന്നതാണ്. ഇത് ജമന്തി ചെടിയാണ്. ഇത് ഉമ്മയുടെ അനിയത്തിയുടെ വീട്ടിൽ ഒത്തിരി ഉണ്ടായിരുന്നു. വെള്ളയും മഞ്ഞയും ആണെന്നും പറഞ്ഞ് കൊണ്ടുവച്ചിരുന്നു. പക്ഷേ ഇത് മഞ്ഞയാണ് രണ്ടും. പിന്നെ ഇത് സിങ്കോണിയത്തിൻ്റെ പല വെറൈറ്റീസാണ്. പിന്നെ റോസ നമ്മൾ ചെടിത്തോട്ടത്തിൽ നിന്ന് മേടിച്ചുകൊണ്ട്, അതായത് ഗാർഡനിൽ നിന്ന് മേടിച്ചുകൊണ്ട് വന്ന് വെച്ചാണ്. പക്ഷേ എന്തോ ചെയ്യാം, അതിന് പൂ പിടിച്ചിട്ടില്ല ഇതുവരെ. പിന്നെ ഇവിടെ ഞങ്ങൾ ഒരാൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു കറിവേപ്പില തൈ എടുത്ത് വെച്ച് നട്ടയാണ്. അപ്പം അത് നല്ലപോലെ മൂട് പിടിച്ച് നിൽക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ അകത്ത് പുല്ല് കിളുത്ത് വന്നിരിക്കുന്നു. എന്നും വെള്ളം ഒഴിക്കും, പുല്ലൊന്നും പറിച്ച് കളയത്തില്ല. എനിക്കും വയ്യായിരുന്നു. ഉമ്മയാണ് വെള്ളം ഒഴിക്കുന്നത്. ഇത് സിങ്കോണിയത്തിൻ്റെ ഒരു വെറൈറ്റിയാണ് ഇത്. പിന്നെ ഇതൊക്കെ തറയിൽ കിടന്നിട്ട് ഭിത്തിയോട് മുളച്ച് കയറി വരുവാണ്. ഇതെല്ലാം ഞാൻ ചങ്ങനാശ്ശേരിയിൽ നിന്ന് ഒരിക്കൽ പോയിട്ട് വന്നപ്പോഴത്തേക്ക് കൊണ്ടുവന്നേന്. ഇത് നമ്മുടെ ഇതിൻ്റെ പേരെന്തായിരുന്നു ഞാൻ മറന്നുപോയി. പിന്നെ നമ്മുടെ ചിരവനാക്ക് അല്ലെങ്കിൽ കോളിയാസ് എന്നൊക്കെ പറയുന്ന സാധനമാണത്. അല്ല, അതിൻ്റെ പേരൊന്നും എനിക്കങ്ങനെ അറിയത്തില്ല. ഇത് വീട്ടിൻ്റെ മുകളിൽ വെച്ചിരുന്നതാണ്. പിന്നെ ഞാനങ്ങ് ചങ്ങനാശ്ശേരിക്ക് പോയപ്പം അനിയത്തിക്ക് വെള്ളം ഒഴിക്കാനുള്ളതൊക്കെ ബുദ്ധിമുട്ടൊക്കെ കൊണ്ട് അവളെ ഭർത്താവ് എടുത്ത് താഴെ വെച്ചതാണ്. എല്ലാം പിറക്കി താഴെ വെച്ചു. ഇത് നമ്മുടെ പനിക്കൂർക്കയുടെ വേറൊരു ടൈപ്പാണ്. നല്ല മണമാണ് കേട്ടോ. ഇതിന് നല്ല മണവാ. പനിക്കൂർക്ക തന്നെയാണ്, ഇതിന് നല്ല മണവാ. ഇത് എത്ര ഒടിച്ചു കൂത്തിയാലും പെട്ടെന്ന് വളർന്നോളും. പിന്നെ ബിഗോണിയത്തിൻ്റെ ഒരു ഇല ഞാൻ കൊണ്ടുവച്ചതാണ്. ഒരു ചെറിയൊരു തണ്ട് കൊണ്ടുവച്ചതാണ്. അത് ഇത്ര ആയിട്ടുണ്ട്. ഇപ്പോൾ വലുതായി. ഇതിനകത്ത് പൂക്കളൊക്കെ ഉണ്ടായിരുന്നു, പൊഴിഞ്ഞു പോയതാ. പിന്നെ ഇതൊരു വെൽവെറ്റ് പ്ലാന്റ് ആണ്. ഇതിൻ്റെ ലീഫ് നല്ല വെൽവെറ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. പിന്നെ ഇതൊക്കെ നമ്മുടെ സാധാരണ വീടുകളിലൊക്കെ കാണുന്നതാണ്. പിന്നെ നമ്മുടെ ഇതാണ് സ്നേക്ക് പ്ലാന്റ് ആണ് കേട്ടോ. ഈ സ്നേക്ക് പ്ലാന്റ് ഒത്തിരി ബ്രാഞ്ചസ് വന്നിട്ടുണ്ട്. ഇത് കണ്ടോ, കവറ് തുളച്ചാ ഇതിൻ്റെ ഇടയിൽ നിന്ന് ഈ ബ്രാഞ്ച് വന്നേക്കുന്നത്. പിന്നെ ഇത് നമ്മുടെ ഇതിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയത്തില്ല. ഇതും ഒരു വീട്ടിൽ നിന്ന് ഞങ്ങൾ കുറച്ച് കണ്ടപ്പോഴത്തേക്ക് പ്ലാസ്റ്റിക് പോലെ ഇരിക്കുന്ന കണ്ടിട്ട് ഞങ്ങൾ കൊണ്ടുവന്ന് വെച്ചതാണ്. ഇപ്പോൾ ഒത്തിരി ആയിട്ടുണ്ട്. അത് ചെടികളൊക്കെ ഒത്തിരി പോയി. ഇവിടെ വെള്ളമൊന്നും ഒഴിക്കാൻ ആരും ഇല്ലാതിരുന്ന് കുറേയൊക്കെ പോയി. ബാക്കി ഇപ്പോഴാണ് വെള്ളമൊക്കെ ഒഴിച്ച് വരുന്നത്. അപ്പം നല്ല അടിപൊളിയായിട്ട് ഹെൽത്തി ആയിട്ട് നിൽക്കുന്നുണ്ട് പ്ലാന്റ്സ് എല്ലാം. പിന്നെ പിരിച്ചൊക്കെ നടാൻ ഞങ്ങൾ വാടകയ്ക്കാണ് നമ്മൾ വാടകയ്ക്ക് താമസിക്കുന്നുണ്ട്. പോകുന്നിടത്തെല്ലാം ഈ ചെടികൾ എടുത്തുകൊണ്ട് പോകാനുള്ള ബുദ്ധിമുട്ട് കൊണ്ട് ഞാൻ പിരിച്ച് നടാത്തയാണ്. അപ്പം ഇതെല്ലാം അനിയത്തിയുടെ ചെടികളാണ് കേട്ടോ. 10 മണിയും ജമന്തിയൊക്കെ. ജമന്തി ഉമ്മയാണ് നട്ടത്. അപ്പം അതിൽ പൂവൊക്കെ വന്നിട്ടുണ്ട്. ഇത് ഡാലിയയാണ്. ഡാലിയയിൽ ഇതുവരെ പൂ വന്നിട്ടില്ല. അപ്പം ഡാലിയ ഇങ്ങനെ വളർന്ന് നിൽക്കുകയാണ്, പക്ഷെ പൂ വന്നിട്ടില്ല ഇതുവരെ. അപ്പം നമുക്ക് ഇന്നൊരു സർപ്രൈസ്. അപ്പം നമ്മുടെ ഇനിയുള്ള വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം. കാരണം എന്ന് വെച്ചാൽ അനിയത്തിയുടെ അച്ചാർ ബിസിനസ്സും പിന്നെ നമ്മുടെ ഒരു പൊളിഞ്ഞു കിടക്കുന്ന അടുപ്പ് എങ്ങനെയൊക്കെ വൃത്തിയാക്കുന്നതെന്നൊക്കെ കാണിച്ചു തരുന്നൊരു വീഡിയോ ആണിത്. അപ്പം എല്ലാവരും നമുക്ക് വീഡിയോയിലോട്ട് പോവാം.
അച്ചാർ ബിസിനസ് എന്ന് പറയുന്നത് വലുതായിട്ടൊന്നുമില്ല. നമുക്ക് കുഞ്ഞു വീട്ടിൽ ഇരുന്ന് ചെയ്യാൻ പറ്റുന്ന ചെറിയൊരു ബിസിനസ് ആയിട്ടാണ് സ്റ്റാർട്ട് ചെയ്തേക്കുന്നത്. ഇപ്പോൾ ഒരു 3, 4, 5 കിലോയുടെ മാങ്ങയും നാരങ്ങയൊക്കെ ഇട്ടത് മൊത്തവും പോയിട്ടുണ്ട്. അപ്പോൾ ഇനിയൊരു 4, 5 കിലോയുടെ ഓർഡർ കിട്ടിയിട്ടുണ്ട്. അതെല്ലാം കൂടെയാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ അതേ ഇന്നലെ മെനിഞ്ഞാന്ന് ഒരു 2 കിലോയുടെ ഓർഡർ കിട്ടിയതിൽ 1 കിലോ ഞങ്ങൾ കൊറിയർ അയച്ചു. ബാക്കി 200 ഗ്രാമിൻ്റെ കുപ്പികളിലാക്കിയിട്ട് ഞങ്ങളുടെ ഇവിടെ പാല് കൊണ്ടുവരുന്ന അങ്കിളുടെ കയ്യിൽ കൊടുത്തു വിടുവാണ്. അവർ കൊണ്ടുപോയി സെയിൽ ചെയ്ത് നമുക്ക് നേരത്തെ കാശ് തരും. അപ്പം 200 ഗ്രാമിന് 55-60 രൂപയാണ്. 55 രൂപയാണ് നമ്മൾ മേടിക്കുന്നത്. ഇത് 250 ഗ്രാമിൻ്റെയാണ്. അപ്പോൾ ഇത് ഭയങ്കര നഷ്ടമായി. ഈ കുപ്പി നമുക്ക് ഭയങ്കര നഷ്ടമായത് കൊണ്ട് നമ്മൾ ഹോൾസെയിൽ കുപ്പി എടുക്കുന്നിടത്ത് പോയി എടുത്തുകൊണ്ട് വന്നിട്ട് നമ്മൾ അങ്ങനെ ചെയ്ത് കൊടുക്കുവാണ്. അപ്പം നമുക്ക് നമ്മുടെ അടുപ്പ് പൊളിഞ്ഞ് കിടക്കുവാണ്. അതെങ്ങനെയാണ് വൃത്തിയാക്കുന്നതെന്നൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം. നമ്മുടെ വാടക വീടാണ്. അപ്പം നമ്മുടെ വീട്ടിൻ്റെ അടുക്കളയിൽ ഒരടുപ്പ് ഇങ്ങനെ പൊളിഞ്ഞ് കിടപ്പുണ്ട്. ഇങ്ങനെ പൊളിഞ്ഞ് കിടക്കുവാണിത്. അപ്പം ഇതിൽ നമ്മളൊന്നും വെക്കാൻ പറ്റത്തില്ല. കാരണം ഇങ്ങനെ പൊളിഞ്ഞ് കിടക്കുന്നതുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റും. പിന്നെ എന്തോ എനിക്കറിയത്തില്ല. അപ്പം ഞങ്ങൾ വന്നപ്പോഴേ ഇതിങ്ങനെ പൊളിഞ്ഞ് കിടക്കുന്നുണ്ട്. അപ്പം ഞങ്ങളുടെ അനിയത്തിക്ക് ചെറിയൊരു അച്ചാർ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളെല്ലാം ഗ്യാസ് അടുപ്പയിലാണ് വെക്കുന്നത്. അപ്പം ഇനി ഇപ്പോൾ ഓർഡറുകൾ നേരത്തേന്ന് വെച്ചാൽ ഇപ്പോൾ തുടങ്ങിയിട്ട് ഒരു 2-3 ദിവസമായുള്ളൂ. അപ്പോൾ അവൾ 1-2 കിലോയുടെ മാങ്ങാച്ചാർ ഇട്ടപ്പോഴത്തെ മാങ്ങാച്ചാറും നാരങ്ങാച്ചാർ 2 കിലോ വീതം ഇട്ടാൽ അത് ഫുള്ള് പോയിട്ടുണ്ട്. അപ്പം നമുക്ക് കുറച്ച് ബൾക്കായിട്ട് ഓർഡർ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം ഗ്യാസ് സെയിൽ ചെയ്യുമ്പോൾ നമുക്കത് നഷ്ടമാണ് ഉണ്ടാകുന്നത്. അപ്പം മാങ്ങയ്ക്കൊക്കെ നല്ല വില കൂടി നിൽക്കുന്ന സമയത്ത് അപ്പം നമ്മുടെ ഈ അടുപ്പ് ശരിയാക്കി നമുക്ക് അടുപ്പത്ത് വെച്ച് അച്ചാറിടാനുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ട് അപ്പം നമ്മുടെ ഈ അടുപ്പൊന്ന് വൃത്തിയാക്കി എടുക്കുവാണ്. അപ്പം മാട ചേട്ടത്തി, അതായത് ഉമ്മാമ്മയുടെ ചേട്ടത്തിയാണ് നമുക്ക് അടുപ്പ് വൃത്തിയാക്കി തരുന്നത്. നമ്മൾ കിടക്കുന്ന ഏത് വീടാണെങ്കിലും അത് നമ്മൾ കുറച്ച് വൃത്തിയാക്കി ഇടണ്ടേ. അവർക്ക് ഒരു ഹെൽപ്പാവും, നമുക്ക് നഷ്ടവും ഇല്ല. അപ്പം ഇത് മണ്ണ് വെച്ചിട്ടാണ് ഈ അടുപ്പ് ശരിയാക്കുന്നത്. അപ്പോൾ നമുക്ക് അടുപ്പ് ശരിയാക്കുന്നതൊക്കെ എങ്ങനെയാണെന്നൊക്കെ കാണാം. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണണം. നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് തന്നെയുള്ള മണ്ണാണ്. അപ്പോൾ ഇത് പശമണ്ണാണെന്ന് തോന്നുന്നു. അപ്പം ഇതൊരു തൊട്ടിയിൽ ഇങ്ങനെ എടുത്തുകൊണ്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഉമ്മ അത് ചാക്ക് അവിടെ നിന്നും മണ്ണ് വെള്ളമൊന്നും ആവാതിരിക്കാൻ വേണ്ടി ഒരു ചാക്ക് ഇട്ടിട്ട് ചാക്കിൻ്റെ പുറത്തോട്ട് നമ്മൾ ഈ മണ്ണ് തട്ടിയിടുന്നുണ്ട്. ഈ മണ്ണ് അതിനകത്ത് തന്നെ തുരുമ്പുകളൊക്കെ കിടപ്പുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പറക്കി മാറ്റിയിട്ട് കല്ലും ഇതെല്ലാം മാറ്റിയിട്ട് ഇത് കുറേശ്ശെ വെള്ളം ഒഴിച്ച് നല്ലപോലെ കുഴച്ചെടുക്കുന്നുണ്ട്. അപ്പം ഉമ്മയാണ് കുഴച്ചു കൊടുക്കുന്നത്. ഇതിനകത്തുള്ള കല്ലും മണ്ണും തുരുമ്പും ഒക്കെ ഇപ്പോൾ പണ്ടൊക്കെ ഈ പ്രായമുള്ളവർക്കല്ലേ പണ്ട് ഈ അടുപ്പൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കും. നമ്മൾ പഴയ വീടുകളിലൊക്കെ അവർക്കൊക്കെ അറിയാം നല്ലപോലെ. അപ്പോൾ ഉമ്മ ഇതുപോലെ ഉമ്മാമ്മയെ വിളിച്ചിട്ട് പറഞ്ഞു ഇതുപോലെ കൊച്ചുമോക്ക് അനിയത്തി കൊച്ചുമോളെന്നാണ് വിളിക്കുന്നത്. അവൾക്ക് അടുപ്പ് ഇതുപോലെ അച്ചാറിടാൻ വേണ്ടിയിട്ട് വലിയ പാത്രം വെക്കണം. അപ്പോൾ വലിയ ഉരുളി വെക്കണം. അപ്പോൾ ആ ഉരുളി വെക്കാൻ ഗ്യാസിലൊക്കെ വെക്കാൻ ഒത്തിരി ഗ്യാസ് ആവത്തില്ലേ. അതുകൊണ്ട് നമ്മൾ എന്തുവായിരുന്നു ഈ അടുപ്പ് ഒന്ന് വൃത്തിയാക്കി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇഷ്ടം പോലെ വിറകുണ്ട് ഞങ്ങൾക്ക് ഇവിടെ. വിറക് ഉമ്മയുടെ കയ്യിൽ ഒരു കുപ്പിച്ചില്ല് കിടന്നിട്ട് അവിടെ ആ മണ്ണ് കുഴച്ചുകൊണ്ടിരുന്നപ്പോൾ അതിനകത്ത് ഒരു കുപ്പിച്ചില്ല് കിടന്നിട്ട് ഉമ്മയുടെ കൈ ചെറുതായിട്ടൊന്ന് മുറിഞ്ഞായിരുന്നു. പിന്നും കിട്ടിയായിരുന്നു കുപ്പിച്ചില്ല്, കുപ്പി കഷ്ണങ്ങൾ അതിനകത്ത് ഉണ്ടായിരുന്നു. അങ്ങനെ കുപ്പി കഷ്ണങ്ങൾ ഒത്തിരി ഉണ്ട്. പിന്നെ അതുപോലെ കല്ല്, ഈ മെറ്റിൽ പോലത്തെ ചെറിയ കല്ലുകളൊക്കെ ഉണ്ടായിരുന്നു അതിനകത്ത്. അതെല്ലാം പറക്കി മാറ്റിയിട്ട് ഇത് നല്ല പോലെ മയപ്പെടുത്തി കുഴച്ചെടുക്കുന്നു. നമ്മൾ ചപ്പാത്തിയുടെ മാവ് കുഴയ്ക്കുന്ന പോലെ കുഴച്ചെടുത്ത് പരുവമാക്കുന്നുണ്ട്. കുറേശ്ശെ വെള്ളം ഒഴിച്ചതിന് കുപ്പിച്ചില്ലാണത്. അങ്ങനെ അവൾക്കൊരു ഹെൽപ്പ് ആവുമല്ലോ എന്ന് പറഞ്ഞ് ഉമ്മാമ്മയെ വിളിച്ച് ചെയ്യണം. അപ്പോൾ വരാമെന്ന് പറഞ്ഞു. അങ്ങനെ വന്നിട്ട് ഉമ്മാമ്മയാണ് ഈ അടുപ്പ് സെറ്റ് ചെയ്ത് തരുന്നത്. നല്ല അടിപൊളിയായിട്ട് സെറ്റ് ചെയ്ത് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഫുള്ള് വീഡിയോ കാണുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് അറിയാൻ പറ്റും. അടുപ്പ് പിറ്റേന്ന് കത്തിക്കുന്നതും കൂടി ഞാൻ എടുത്തിട്ടുണ്ട്. അതാണ് ഇന്നലെ വീഡിയോ ഇടാത്തത്. അപ്പോൾ നമ്മൾ നല്ല അടിപൊളിയായിട്ട് സെറ്റ് ആക്കിയിട്ടുണ്ട്. മണ്ണ് നല്ല അടിപൊളിയായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളിയായിട്ട് കുഴച്ച് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇങ്ങനെ വേണം. ഇത് സാധാരണ വയലിലെ മണ്ണാണ് ഇതിന് കുറച്ചുകൂടി ബെറ്റർ. അപ്പം നമുക്ക് വയൽ ഉള്ളിടത്ത് നല്ലേ മണ്ണെടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പം ഉമ്മാമതേ അടുപ്പിൻ്റെ 4 സൈഡ് നനച്ചിട്ട് മണ്ണ് വെക്കുമ്പോഴത്തേക്ക് അവിടെ പറ്റിയിരിക്കും. അങ്ങനെ ഇങ്ങനെ വെള്ളം കോരി ഒഴിച്ച് നനയ്ക്കുവാണ്. എല്ലാ സൈഡിലും നല്ലപോലെ വെള്ളം ആവാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെള്ളം കോരി ഒഴിച്ച് നനച്ചെടുക്കുന്നുണ്ട്. എന്നിട്ടാണ് ഈ മണ്ണ് ഇതിനകത്തോട്ട് കോരി ഇങ്ങനെ രാത്രിയായി. സന്ധ്യയ്ക്കാണ് ഞാൻ വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞിരുന്നത്. അപ്പോൾ ഇതിൻ്റെ സൈഡിൽ വെക്കാൻ കല്ലില്ലായിരുന്നു. അപ്പോൾ നമ്മൾ
വാടകയ്ക്കൊക്കെ കിടക്കുന്നതുകൊണ്ട് നമുക്ക് അപ്പുറത്തോ ഇപ്പുറത്തൊന്നും എടുക്കാൻ പറ്റത്തില്ല. ഇവിടെ ഒരു 3-4 വീട് ഒരു കോമ്പൗണ്ടിനകത്തുള്ള, ഇവിടെ കല്ലൊന്നും ഇല്ലായിരുന്നു. പിന്നെ താഴെ ഒരു വീട്ടിൽ നിന്ന് കല്ല് മേടിക്കാൻ നോക്കിയപ്പോഴത്തേക്ക് സന്ധ്യ ഇരുട്ടായിപ്പോയി. പിന്നെ പോയതുമില്ല. ഇതുപോലെ കോരി എടുത്തിങ്ങനെ അടിച്ച് നല്ല ഇനി സെറ്റ് ചെയ്തിട്ട് ഇനി കൈ വെച്ച് ഇതിങ്ങനെ പൂശിയെടുക്കും. നല്ല അടിപൊളിയായിട്ട് ഫുള്ള് കാണുമ്പോൾ മനസ്സിലാവും ആ പഴയ അടുപ്പിൻ്റെ രൂപമേ അല്ല. എമർജൻസി ഒക്കെ ഭയങ്കര ഇരുട്ടായിരുന്നു. അപ്പോൾ എമർജൻസി കത്തിച്ച് വെച്ചിട്ടാണ് വീഡിയോ എടുക്കുന്നതല്ല. എനിക്ക് ഇതിൻ്റെ ഫോണിൻ്റെ ഫ്ലാഷ് ഉണ്ടായിരുന്നു വീഡിയോ എടുക്കാൻ. പക്ഷേ ഇത് കാണുമ്പോഴത്തേക്ക് ഉമ്മാമ്മക്ക് കാണാൻ വേണ്ടിയിട്ട് അവിടെ ഭയങ്കര ഇരുട്ടായിരുന്നു. ഈ ചിമ്മിനിയുടെ അവിടെ ലൈറ്റ് ഇല്ല. അപ്പം അതുകൊണ്ട് ഞങ്ങൾ എമർജൻസി കത്തിച്ച് വെച്ചിട്ട് നല്ല അടിപൊളിയായിട്ട് അടുപ്പ് സെറ്റ് ചെയ്യുന്നുണ്ട്. ആരെങ്കിലുമൊക്കെ വീട്ടിൽ ഇതുപോലെയൊക്കെ അടുപ്പൊക്കെ പൊളിഞ്ഞ് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രായമുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി കേട്ടോ, ഇതുപോലെയൊക്കെ സെറ്റ് ചെയ്ത് തരുമായിരിക്കും. ഇന്നാൾക്ക് വന്നപ്പോഴത്തേക്ക് ഉമ്മ പറഞ്ഞായിരുന്നു ഈ അടുപ്പ് നല്ല അടുപ്പാണ്, പക്ഷേ ഇത് പൊളിഞ്ഞു പോയല്ലേ, അപ്പം ഇച്ചിരി നേരം നിൽക്കുമായിരുന്നുണ്ടെങ്കിൽ ഞാൻ വൃത്തിയാക്കി തരാമെന്ന് ഇന്നാൾക്ക് പറഞ്ഞു. അങ്ങനെ ഉമ്മ വിളിച്ചേ അമ്മമ്മയെ. അപ്പോൾ ഓടി വന്ന് നമുക്കിതൊന്ന് വൃത്തിയാക്കി തരാൻ വേണ്ടിയിട്ട് മനസ്സ് കാണിച്ച്. ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ, ഭയങ്കര ഇഷ്ടമാണ് ഉമ്മാമ്മക്ക്. വേണ്ടേ പിന്നെ നല്ല വൃത്തിയാക്കി നല്ല കൈ വെച്ച് നല്ല അടിപൊളിയാക്കി എടുക്കുന്നുണ്ട്. അടുപ്പ് നല്ല സെറ്റപ്പ് അടുപ്പാക്കി നമ്മൾ പറയത്തില്ല, കൈ വെച്ച് മെഴുകിയ അടുപ്പാണ്. ഇതിൻ്റെ അടുപ്പ് നമ്മുടെ ഫിനിഷിങ് പോയിന്റിലോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അടുപ്പ് നല്ല അടിപൊളിയായിട്ട് സെറ്റ് ആയിട്ടുണ്ട് 2 സൈഡും. ഇത് ഉണങ്ങുമ്പോൾ കുറച്ചുകൂടി ഒന്ന് നന്നായിരിക്കും. ഇത് ഉണങ്ങി കഴിഞ്ഞിട്ട് ഒരു ദിവസം തീയൊക്കെ കത്തിച്ചതിന് ശേഷം പിന്നെ വെള്ളം ഒഴിച്ച് നമ്മൾ ഒന്നുകൂടി ഒന്ന് ഈ മണ്ണ് വെച്ച് ഒന്നുകൂടെ ഒന്ന് സെറ്റാക്കി കൊടുക്കുന്നുണ്ട്. അതേ അടിപൊളിയാക്കുന്നുണ്ട്. ഇച്ചിരി വലിയ ഞാനിപ്പം പിറ്റേന്ന് രാവിലെ ആയിട്ടുണ്ട്. 2 സൈഡിലും കുറേയൊക്കെ ഉണങ്ങി. അപ്പം ഉമ്മ രാവിലെ കലം വെച്ചിട്ട് നമ്മുടെ അടുപ്പ് ഉദ്ഘാടനം ചെയ്തിരിക്കുകയാണ്. അരി അടുപ്പത്തിട്ട് നമ്മൾ നാളെ മുതൽ ഇനി അച്ചാർ ബിസിനസ്, അച്ചാറിടുന്ന ഇതിനകത്തായിരിക്കും. അല്ലെങ്കിൽ നമ്മൾ പുറത്തിറങ്ങി അച്ചാറിടേണ്ടി വരും, വെളിയിൽ വെച്ച് ഇടേണ്ടി വരും. അപ്പം നമ്മുടെ അടുപ്പ് നല്ല അടിപൊളിയായിട്ട് കത്തുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യാൻ ആരും മറക്കരുത്. അപ്പം നെക്സ്റ്റ് ഒരു അടിപൊളി വീഡിയോ ആയി വരും വരെ ബൈ.